മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ എന്ന സിനിമ. നമ്മൾ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് മുൻപിലെത്തി നിരവധി ആരാധകരെ സൃഷ്ടിച്ച ഒരു നായികയുണ്ട്, രേണുക മേനോൻ. പിന്നീട് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടെങ്കിലും വിവാഹശേഷം രേണുക സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇപ്പോൾ കാലിഫോർണിയയിൽ ഭർത്താവിനും 2 പെൺമക്കൾക്കുമൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ് രേണുക. നമ്മൾ എന്ന സിനിമയിൽ അപർണ എന്ന കഥാപാത്രമായി എത്തി മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവച്ചത്. പിന്നീട് മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും, വർഗം, പതാക തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ച താരം തെലുങ്കിലും തമിഴിലും കന്നഡയിലുമൊക്കെ അഭിനയിച്ചിരുന്നു. 2006 ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം. അതേസമയം വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് താരം തന്നെ എത്തിയിരിക്കുകയാണ്. വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചോദ്യത്തിന് താരം മറുപടി പറയുന്നുണ്ട്. നല്ലൊരു റോളിലേക്ക് വിളിക്കുകയാണെങ്കിൽ മലയാളത്തിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു രേണുകയുടെ മറുപടി. അവിടെ അത്രമാത്രം ആളുകളെ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടോ എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള രേണുകയുടെ മറുചോദ്യം. സിനിമയെ വളരെയധികം സ്നേഹിക്കുന്ന, അത് തന്നെ കരിയറാക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന നിരവധി പേർ മലയാളത്തിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏത് കഥാപാത്രമായാലും അവരെപ്പോലുള്ളവർ ചെയ്യുന്നതാകും നല്ലതെന്നും രേണുക പറയുന്നുണ്ട്. അതേസമയം നമ്മൾ സിനിമ ഷൂട്ട് നടക്കുമ്പോൾ സിദ്ധാർത്ഥുമായി ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും രേണുക പറയുന്നുണ്ട്. സിദ്ധാർത്ഥും രേണുകയും കാണുന്ന സമയങ്ങളെല്ലാം വഴക്കായിരുന്നു എന്നാണ് രേണുക പറയുന്നത്. സിദ്ധാർത്ഥ് സംസാരിക്കുമ്പോൾ എപ്പോഴും കളിയാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു കോമഡി പറയുമെന്നും രേണുക പറയുന്നു. നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, എൻ്റെ സഹോദരനും അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അത് പരിചയമാണ്. സിദ്ധു പറയുന്നതിലെല്ലാം കോമഡി ഉണ്ടാകും. എനിക്ക് പക്ഷേ എന്നെ കളിയാക്കുമ്പോൾ ദേഷ്യം വരുമെന്നും രേണുക പറയുന്നു. ജിഷ്ണു നല്ലൊരു മനുഷ്യനായിരുന്നുവെന്നും ജിഷ്ണുവിനൊപ്പം വേറെയും സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നുവെന്നും രേണുക പറയുന്നുണ്ട്. പക്വതയോടെ കാര്യങ്ങളെ സമീപിച്ചിരുന്ന ആളായിരുന്നു ജിഷ്ണു. ജിഷ്ണുവിൻ്റെ മരണവാർത്ത ഭയങ്കര ഷോക്കായിരുന്നു എന്നും രേണുക പറയുന്നു.